അസമിൽ കോൺഗ്രസ് പാർട്ടി ഞങ്ങളോടൊപ്പം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും മഹാസഖ്യത്തിന്റെ നേതാവും ഗൗരവ് ഗൊഗോയാണ്. ഗൗരവ്, ഈ തെരഞ്ഞെടുപ്പിൽ താങ്കൾ 2021 മത്സരിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് എത്രത്തോളം എളുപ്പമാണ്, എത്രത്തോളം കടുപ്പമേറിയതാണ്? 2021 തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇത് തികച്ചും വ്യത്യസ്തമാണ്. 2021 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സഖ്യം വ്യത്യസ്തമായിരുന്നു. ചില പാർട്ടികളുമായി സഖ്യമുണ്ടാക്കാത്തതിനാൽ ഏകദേശം 18 സീറ്റുകളിൽ പരാജയം നേരിടേണ്ടി വന്നു. ഇത്തവണ ഞങ്ങൾ മറ്റൊരു രീതിയിലാണ് സഖ്യമുണ്ടാക്കിയത്. 10 വർഷത്തിനു ശേഷം ജനങ്ങൾക്കിടയിൽ ഒരു ബദലിനായുള്ള പ്രതീക്ഷയുണ്ട്. നിലവിലെ ഭരണത്തിൽ വലിയ അതൃപ്തിയുമുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമാണുള്ളതെന്ന് ഞാൻ കരുതുന്നു. സീറ്റ് സഖ്യം ഉണ്ടാക്കിയെന്ന് താങ്കൾ പറഞ്ഞു. ഈ സഖ്യം രൂപീകരിക്കുന്നതിൽ അല്പം കാല താമസം വന്നില്ലേ? നോക്കൂ, 6 പാർട്ടികളുമായി ചർച്ച നടത്തുകയാണ്. അസം പോലുള്ള ഒരു സംസ്ഥാനത്ത് വ്യത്യസ്ത സമുദായങ്ങളും വ്യത്യസ്ത ഭാഷകളും വ്യത്യസ്ത മതങ്ങളുമുണ്ട്. ഈ കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെയാണ് സംസാരിക്കേണ്ടത്. ഈ കാര്യങ്ങൾ വളരെ വിശദമായി സംസാരിക്കേണ്ടതുണ്ട്. അതിനാൽ സമയമെടുക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ പ്രധാന കാര്യം, കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടാക്കാൻ കഴിയാതിരുന്ന സഖ്യം ഇത്തവണ രൂപീകരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നതാണ്. അതുതന്നെയാണ് ജനങ്ങളുടെ പ്രതീക്ഷയും. ഈ സഖ്യം ജനങ്ങൾക്ക് ധൈര്യം നൽകിയിട്ടുണ്ട്. ഗൗരവ്, ഏതൊക്കെ സർക്കാരുകൾക്ക് എതിരെയാണോ ഭരണവിരുദ്ധ വികാരമോ ദേഷ്യമോ ഉണ്ടാകുന്നത്, അവിടെയെല്ലാം ആ സർക്കാരുകൾ അവസാന നിമിഷം പണം കൈമാറ്റം നടത്തി അതിനെ ഒരു തരത്തിൽ നിർവീര്യമാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അസമിലും 3600 കോടി രൂപ പോയി. ഇതൊരു വലിയ ഘടകമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അധികാരത്തിലിരിക്കുന്നവർ എവിടെയൊക്കെ പണം കൈമാറ്റം ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം അവർ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതായും നമ്മൾ കണ്ടിട്ടുണ്ട്. നോക്കൂ, ചിലയിടങ്ങളിൽ ഭരണത്തിലിരിക്കുന്നവരുടെ സർക്കാർ മാറിയിട്ടുമുണ്ട്. ഭരണത്തിലിരിക്കുന്നവരുടെ സർക്കാർ എല്ലായ്പ്പോഴും തിരികെ വന്നിട്ടുണ്ടെന്നല്ല. ജനങ്ങളും രാഷ്ട്രീയമായി വളരെ സജീവമാണ്. ഈ സർക്കാർ എന്തിനാണ് അവസാനം ഈ പദ്ധതികൾ കൊണ്ടുവരുന്നതെന്ന് ജനങ്ങളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ജനങ്ങൾ രാഷ്ട്രീയമായി സജീവമായതുകൊണ്ടായതുകൊണ്ട് അവർക്ക് അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതുമായ സർക്കാർ സൗകര്യങ്ങൾ അവർക്ക് കിട്ടേണ്ടത് തന്നെയാണ്. ആ സൗകര്യങ്ങളുടെ പ്രയോജനം നേടാനായി ജനങ്ങൾ ആ സൗകര്യങ്ങൾ സ്വീകരിക്കുകയും എന്നിട്ട് തങ്ങളുടെ രാഷ്ട്രീയ വിവേചനാധികാരം ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് വോട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഹിമന്ത ബിശ്വ ശർമ്മ വേഴ്സസ് ഗൗരവ് ഗൊഗോയ്. ജനങ്ങൾ എന്തിന് നിങ്ങൾക്ക് വോട്ട് ചെയ്യണം? നോക്കൂ, ഹിമന്ത ബിശ്വ ശർമ്മ എങ്ങനെയാണ് ഒരു പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതെന്ന് കഴിഞ്ഞ 25 വർഷമായി ജനങ്ങൾ കാണുന്നുണ്ട്. എങ്ങനെയാണ് അദ്ദേഹം തന്റെ വ്യക്തിഗത ധനവും സ്വത്തും വർദ്ധിപ്പിച്ചതെന്ന്. അദ്ദേഹം ഏത് രീതിയിലാണ് ഭയത്തിന്റെയും ഭീഷണിയുടെയും രാഷ്ട്രീയം കളിക്കുന്നതെന്ന്. എന്റെ രാഷ്ട്രീയ ആദർശങ്ങൾ ഞാൻ പഠിച്ചത് എന്റെ സ്വർഗീയ പിതാവ് തരുൺ ഗൊഗോയ്ജിയിൽ നിന്നാണ്. അദ്ദേഹത്തെ അസമിലെ ജനങ്ങൾക്ക് 15 വർഷം മുഖ്യമന്ത്രിയായി ലഭിച്ചിട്ടുണ്ട്. അതിനാൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ രാഷ്ട്രീയവും സ്വർഗീയ തരുൺ ഗൊഗോയ്ജിയുടെ രാഷ്ട്രീയവും ആളുകൾ താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് ഇന്ന് പ്രതീക്ഷയുണ്ട്. അവർക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നു, അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു, അസമിൽ എല്ലാവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും എല്ലാവരുടെയും സ്വാഭിമാനത്തിനു വേണ്ടിയും നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഭരണഘടന നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും നമുക്ക് വീണ്ടും സ്വർഗീയ തരുൺ ഗൊഗോയ്ജിയുടെ ആദർശങ്ങളിലുള്ള രാഷ്ട്രീയം അസമിൽ വേണമെന്ന്. ഹിമന്ത ബിശ്വ ശർമ്മ നിങ്ങളെ വളരെ വ്യക്തിപരമായി ആക്രമിക്കുന്നു. പാകിസ്ഥാൻ ബന്ധം. ഇന്നലെ അദ്ദേഹം പാകിസ്ഥാന്റെ മുഖ്യമന്ത്രിയാകുമോ എന്ന് ചോദിച്ചത് ഞാൻ കാണുകയായിരുന്നു. നോക്കൂ, അത് അദ്ദേഹത്തിന്റെ ബലഹീനതയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ സംശയമുണ്ട്, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭയമുണ്ട്. ഞങ്ങൾ എല്ലാവർക്കും അംഗീകാരം നൽകാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. അദ്ദേഹത്തിന്റെ മനസ്സിൽ സംശയമുണ്ട്, ആശങ്കയുമുണ്ട്. അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു പതിവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ആളുകൾ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയുടെ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കഴമ്പുണ്ടായിരിക്കണം, സംസാരത്തിൽ ഗൗരവമുണ്ടാകണം. അതുകൊണ്ടുതന്നെ ആളുകൾ ഇപ്പോൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രി പദത്തിന് യോഗ്യനായി കണക്കാക്കുന്നില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാജി പറഞ്ഞു, അദ്ദേഹം വന്നാൽ നുഴഞ്ഞുകയറ്റം തടയുമെന്ന്, വെള്ളപ്പൊക്കത്തിന് പരിഹാരം കാണുമെന്നും. 10 വർഷം കൊണ്ട് എത്ര നുഴഞ്ഞ കയറ്റങ്ങൾ തടഞ്ഞുവെന്ന് അദ്ദേഹം പറയണം. ഇതിന് വിപരീതമായി UPA-യുടെ കാലത്ത് ഞങ്ങൾ ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി വന്നവരെ കൂടുതലായി നാടുകടത്തിയിട്ടുണ്ട്. BJP-യെ അപേക്ഷിച്ച് UPA-യുടെ കാലത്ത് ഞങ്ങൾ അസം, ബംഗ്ലാദേശ്, ഇന്ത്യ, ബംഗ്ലാദേശ് അതിർത്തിയിലെ വേലികെട്ടൽ കൂടുതൽ ചെയ്തിട്ടുണ്ട്. UPA-യുടെ കാലത്ത് ഞങ്ങൾ NRC നടപടിക്രമങ്ങൾ നടത്തിയത് വന്നിട്ടുള്ള എല്ലാ അനധികൃത ആളുകളെയും പിടികൂടാനാണ്. ഈ എല്ലാ കാര്യങ്ങളിലും
BJP, കോൺഗ്രസ് UPA-യേക്കാൾ പിന്നിലാണ്. വെറും സംസാരവും ബഹളവും ഞങ്ങളെക്കാൾ കൂടുതലാണ്. താങ്കൾക്ക് ആ രീതിയിൽ പ്രചാരണം നടത്താൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇല്ല, ജനങ്ങളിൽ നിന്ന് എനിക്ക് ലഭിച്ച പിന്തുണയിൽ ഞാൻ കൃതജ്ഞനാണ്. മെയ് 4-ന് എന്ത് സംഭവിക്കും? മെയ് 4-ന് ഒരു പുതിയ അസമിന് തുടക്കമാകും. ആ പുതിയ അസമിൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയും യുവാക്കൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുകയും സ്വർഗീയ സുബീൻ ഗാർഗിന്റെ മരണത്തിന് നീതി നൽകുകയും ചെയ്യുന്ന ഒരു സർക്കാരിനെ നമ്മൾ വീണ്ടും കാണും.